ഒരശുദ്ധൻ അവിടെ പ്രവേശിക്കത്തുമില്ല. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്, ഇങ്ങനെയല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെത്താനെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോഴെന്താണ്, ഞാൻ ദൈവത്തിലുള്ളവരാണെന്നുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്കും നോക്കും എൻ്റെ ജീവിതവും അതെന്താണ്, പാളിപ്പോയാലും മനഃപൂർവ്വമല്ലാതെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ മനഃപൂർവ്വം ആരും വണ്ടി സ്കൂട്ടർ പാടത്തില്ലല്ലോ, അബദ്ധത്തിൽ പാളിപ്പോയാലും ഞാൻ കാലുകുത്തിയിരിക്കും. ഞാൻ വീഴാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അബദ്ധത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചാലും ഞാൻ എഴുന്നേക്കും. വീണുവെങ്കിലും ഞാൻ എഴുന്നേക്കും, വീണ്ടും ഞാൻ ഓടും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിരുദ് പ്രാപിക്കാനായിട്ട്. അതെ, പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ള വിരുദിൻ്റെ ലാക്കിലേക്ക് ഞാൻ ഓടും. പ്രിയപ്പെട്ട, നമ്മുടെ സമയം തീരാൻ പോകുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരികയാണ്. ഇതൊന്നും പറയണം, യേശുക്രിസ്തു എന്ന് വരും, യേശുക്രിസ്തു എന്ന് വരും. അപ്പോൾ സഭായോഗങ്ങളിലും ആത്മീയ കാര്യത്തിൽ യേശുക്രിസ്തു അനുവദിക്കുകയാണ്, കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ സഭായോഗം കൂടാം. മറ്റ് നമ്മുടെ ഭൗതിക വിഷയത്തിൽ ഈ കാര്യങ്ങൾ പറയാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മൾ വലിയ കൊട്ടാരം പണിയുന്നത്, നമ്മുടെ പുതിയ ലംബോർഗിനി ഓർഡർ ചെയ്യുമ്പോൾ ഇതൊന്നും ഇത് പറയാറില്ലല്ലോ. ഇന്നോവ ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ബ്രീസ തൃപ്തിയില്ല. ഞാൻ പറഞ്ഞ ശുശ്രൂഷമാരെ പറ്റിയാണ് പറഞ്ഞത്. ഇങ്ങനെ യാതൊരുവിധ മടിയുമില്ലാതെ, യാതൊരുവിധ ലജ്ജയുമില്ലാതെ മനുഷ്യരെ വഞ്ചിച്ചും മനുഷ്യർ വഞ്ചിക്കപ്പെട്ടും ആത്മാവിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ചിലർ ഞരങ്ങിക്കൊണ്ടും സഭായോഗങ്ങൾ വരുന്നു, മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം ചെയ്തു. ആകയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ ആത്മശക്തി വീണ്ടെടുക്കണം.